എന്തുകൊണ്ടാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ നടക്കാത്തത്? കരാറിനുള്ള എല്ലാ തീരുമാനങ്ങളുമായി കരാർ പേപ്പറിലുമായി ഇനി ഒരു ഒപ്പാണ് വേണ്ടത്. ഈ ഒപ്പ് കിട്ടുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഡൊണാൾഡ് ട്രംപിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് വഴങ്ങിയില്ല. ഒരൊറ്റ ഫോൺ കോൾ ഡൊണാൾഡ് ട്രംപിന് വരാത്തത് കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഈ വ്യാപാര കരാർ നടക്കാത്തത് എന്നുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല, അവിടെയുള്ള ഒരു മന്ത്രി തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ദീർഘകാലമായി നിലച്ച വ്യാപാര കരാറിന് കാരണം വ്യക്തിപരമായിട്ടുള്ള അഹങ്കാരമാണ്, അതും ട്രംപിന്റെ അഹങ്കാരമാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവിടെയുള്ള ഒരു മന്ത്രി. നയപരമായിട്ടുള്ള കാരണങ്ങളല്ല, പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് വിളിച്ചിട്ടില്ലെന്നും അതുകൊണ്ടാണ് ഈ സുപ്രധാന കരാർ അന്തിമമാക്കാൻ കഴിയാത്തതെന്നും US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലാറ്റ്നിക് അവകാശപ്പെട്ടു. ട്രംപിന്റെ അഹങ്കാരത്തിന് പരിക്കേറ്റതിനാൽ വ്യാപാര കരാർ സ്തംഭിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യ US വ്യാപാര കരാറിനെ കുറിച്ച് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലാറ്റ്നിക് ഒരു വലിയ വെളിപ്പെടുത്തലാണ് നടത്തിയത്. മോദി ഡൊണാൾഡ് ട്രംപുമായി സംസാരിക്കാത്തതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ സ്തംഭിച്ചു. ലാറ്റ്നിക്കിന്റെ അഭിപ്രായത്തിൽ ഈ കരാർ സ്തംഭിച്ചതിന് കാരണമായ നയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഒന്നും തന്നെയില്ല. പക്ഷെ പ്രധാന കാരണം പ്രധാനമന്ത്രി മോദി ട്രംപിനെ നേരിട്ട് വിളിച്ചില്ല എന്നുള്ളതാണ്. കരാർ തയ്യാറായിരുന്നു, പക്ഷെ കോൾ വന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അഹങ്കാരത്തിന്, അതായത് ഡൊണാൾഡ് ട്രംപിന്റെ അഹങ്കാരത്തിനാണ് ഇന്ത്യ 50% താരിഫ് ഏൽക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക്.